എന്റെ മക്കളെ ആശീർവദിക്കാതെ മക്കളുടെ വിദ്യാഭ്യാസ മേഖല തീർത്ത് കടന്നു പോകരുത്. ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. എല്ലാവരും യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, കൈകൾ വീശി ആരാധന, 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 ആരാധന. സ്വരമുയർത്തി ആരാധന, കൈകൾ വീശി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ തിരുമുമ്പിൽ ഉടമ്പടി ചെയ്തു പോയിട്ടുള്ള ആയിരങ്ങളെ സമർപ്പിക്കുന്നു, അവിടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ലൂക്കാ 1:49 ദൈവം ശക്തനാണ്, വൻ കാര്യങ്ങൾ ചെയ്ത് നന്ദി പറയുന്നു. ചേർന്ന് പാടാം. യേശുവേ ആരാധന. മഹത്വം പിറന്ന കന്യേ മനോഹരി തായേ, മഹത്വം പിറന്ന കന്യേ മനോഹരി തായേ, ആമോദമാർന്നു നീ വെൽക രക്ഷാസുദൈത്യം തുറവാ, ആമോദമാർന്നു നീ വെൽക രക്ഷാസുദൈത്യം
കൈകെട്ടി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മൗനമായി സമർപ്പിക്കുക. ഉടമ്പടി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മക്കള് എന്തിനു വേണ്ടിയാണോ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നത്, നിങ്ങളുടെ ജീവിത സങ്കടങ്ങളും രോഗങ്ങളും എന്തു തന്നെയായാലും ഇപ്പോഴ് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. കനിവാ
Praise the Lord. Praise the Lord. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, നിങ്ങൾ രോഗമുള്ളവരുണ്ട്, സാമ്പത്തിക കടങ്ങളിൽ നട്ടം തിരിയുന്നവരുണ്ട്, പലതരത്തിൽ മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബ സമാധാനം ഇല്ലാത്തവരുണ്ട്. ചിലരെ എന്നെ കാണുമ്പോൾ പറയും, അച്ഛാ വല്ലാത്ത തകർച്ചയാണെന്ന് പറയും. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയാതില്ല. സാധാരണ ആൾക്കാർ പറയുന്ന വാക്കാണ് തകർച്ച. നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ തകർച്ചയെന്ന് വിളിക്കരുത്. പിന്നെ എന്തെന്ന് വിളിക്കും? ബൈബിളിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ള, അല്ലാതെ പിശാചിൻ്റെ ഭാഷ ഉപയോഗിക്കരുത്, ലോകത്തിൻ്റെ ഭാഷ ഉപയോഗിക്കരുത്. നമ്മൾ പറയേണ്ടത്, അച്ഛാ കർത്താവ് എൻ്റെ കരുണ ലഭിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കരുണ, കർത്താവിന്റെ കരുണ ലഭിക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാൻ. അതാണ് സംഭവം, അതാണ് സത്യം. നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? കർത്താവിൻ്റെ കരുണ ലഭിക്കാനാണ്. കർത്താവിൻ്റെ കൈ നീണ്ടു വരണം നമ്മുടെ കുടുംബത്തിലേക്ക്. അതാണ് നമ്മുടെ ഉദ്ദേശം. കർത്താവിൻ്റെ കൈ നീണ്ടു വരണം, നമ്മുടെ രോഗത്തിനെ വന്ന് തൊടണം. എനിക്കൊരു ചേച്ചിയുടെ സാക്ഷി ഇഷ്ടപ്പെട്ട ഭയങ്കരമായിട്ട്. അവരറിഞ്ഞില്ല അവരെ കർത്താവ് സുഖപ്പെടുത്തിയത്. 5 കൊല്ലമായിട്ട് അവർക്ക് കുനിയാൻ പറ്റാത്തിരുന്നല്ലേ. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴേ അറിയാതെ അവർ കുനിഞ്ഞ് കാലെ തൊട്ടപ്പോൾ പിന്നെയാണ് തിരിച്ചറിഞ്ഞ, കർത്താവ് എനിക്കിത് തൊടാൻ പറ്റുന്നില്ല എന്നല്ല 5 കൊല്ലമായിട്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്നവർ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചില അനുഗ്രഹങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഒരു തിരിച്ചറിയുന്ന വിഷയമാണ്. എനിക്കറിയാമല്ലോ,
ദൈവത്തിന് കാലവും സമയവും ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നെന്ന് ഈശോ പറഞ്ഞില്ലേ? അറിയുമ്പോൾ തന്നെ ആ വിഷയം അവിടുന്ന് ഏറ്റെടുക്കും. പക്ഷേ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അറിയുന്ന കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണം. നീണ്ടു വരണതിനെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന് കരുണ തോന്നണം. അതാണ് വിഷയം. കർത്താവിൻ്റെ കൈ നിൻ്റെ കുടുംബത്തിലേക്ക് നീണ്ടു വരണമെങ്കിൽ എന്ത് തോന്നണം? കർത്താവിന് നിന്നോട് കരുണ തോന്നണം. കാര്യം 2 കോടി കടം 3 കോടി കടം എന്നൊക്കെ പറയുമ്പോഴേ എനിക്കിപ്പോൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല. പണ്ടൊക്കെ ഞാനൊക്കെ ദൈവമേ കടം എങ്ങനെ കൊടുക്കും മനുഷ്യർ എന്ന് പറയും. ഇന്നിപ്പോൾ നമ്മൾക്കറിയാം, അമ്മ ഒന്ന് വിചാരിച്ചാൽ ഈശോ അതിൻ്റെ അപ്പുറത്തതും ചെയ്യുമെന്ന്. ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ? അവർക്ക് പോലും അറിയത്തില്ല അവരുടെ അക്കൗണ്ടിൽ ആരാ കാശിട്ടതെന്ന്. ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥന് ആരാണ് അവരുടെ അക്കൗണ്ടിലേക്ക് കാശിട്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ വചനമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ എന്താ അറിയാവോ? നിങ്ങൾക്ക് അറിയാത്ത മന്ന, അജ്ഞാത അപ്പം എന്നൊക്കെ പറഞ്ഞ് ബൈബിളിലെ വലിയ ഒരു അപ്പം തന്നത്, അപ്പം എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല, എവിടുന്ന് വരുന്നുവെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് മണവാളൻ വെള്ളം വീഞ്ഞായി കഴിഞ്ഞപ്പോഴേ ആ കാര്യസ്ഥൻ ചെന്ന്, സ്റ്റീവാർഡ് ചെന്ന് മണവാളിനോട് ചോദിക്കും. അതിൻ്റെ കഷ്ടം അതാണ്. നീ എന്താ ഇത്രയും നാളെ ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരുന്നു? കാര്യം എന്താണ്? അതെവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ആർക്കറിയത്തില്ല? കാര്യസ്ഥന് അറിയത്തില്ല. വെള്ളം കോരിയവർക്കറിയാം, വിറക് വെട്ടിയവർക്കും അറിയാം. ആ ചില്ലറക്കാരിയല്ല. ചില കാര്യങ്ങളെ എവിടുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വന്ന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയേണ്ടവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവവേദം പറഞ്ഞു നടക്കുന്ന അയ്യോഭാവികളുണ്ടല്ലോ, വെള്ളം കോരികളും വിറക് വെട്ടുകാരികളും. ബൈബിൾ പറയുന്നുണ്ടത്. അത് വെള്ളം കോരിയ ഭൃത്യന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അതെങ്ങനെയാണ് വന്നതെന്ന്. ഇത് തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ സംഭവിക്കേണ്ടത്. ആരോട് പറഞ്ഞാലും സമ്മതിക്കത്തില്ല ആ അക്കൗണ്ടിലെ പൈസ എങ്ങനെ വന്നു. പക്ഷെ അവർക്കറിയാം. അവർ പറയും മാതാവ് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. വെള്ളം കോരിയ ഭൃത്യന്മാർക്കറിയാം അതെങ്ങനെയാണ് വെള്ളം വീഞ്ഞായെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗത്തിനൊരു ജീവന്റെ പൂജ്യമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷൈമ. ഞാൻ കോട്ടയത്തുനിന്ന് കുടമാളൂർ പള്ളിയുടെ ഭാഗമാണ്. എൻ്റെ മോനാണിത്. ഈ മോന് വേണ്ടി 2023 ഫെബ്രുവരി 18 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം എൻ്റെ കാര്യം നടന്നു. മോന് +2 കഴിഞ്ഞ് കാനഡയിൽ പഠിക്കാൻ പോയതായിരുന്നു. അവിടെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് വക്കീലിനെ കണ്ട് ജോലി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പം മോന് ഒരു കനേഡിയൻ കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷേ അത് PR-നെ സപ്പോർട്ട് ചെയ്യുന്നതല്ലായിരുന്നു. അന്നേരം ഞാനിവിടെ ഉടമ്പടി എടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പം ഈ മോൻ ചെയ്യുന്ന ജോലി അവിടുത്തെ ഗവൺമെൻറ് തന്നെ PR-ന് സപ്പോർട്ട് ചെയ്യുന്നതാക്കി. അന്നാണ് അത് ആദ്യമായിട്ട് ആക്കുന്നത്. അപ്പം മോനത് അവിടുത്തെ മാനേജരോട് ചോദിച്ചു. സായിപ്പന്മാർ സമ്മതിക്കത്തില്ല നമുക്ക് PR ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്.
അതുകൊണ്ട് അവരൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ കമ്പനിയിൽ മൊത്തം ആലോചിക്കാതെ ഒന്നും പറയത്തില്ല. അങ്ങനെ ഇവനോട് ചോദിച്ചു, നിനക്ക് എന്താ ചെയ്ത് തരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു. അന്നേരം അവർക്കറിയില്ല എങ്ങനെ ചെയ്യുന്നത്, ഇവരാർക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനത് ചെയ്ത് കൊടുത്തു, കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം കഴിയണം അവിടെ നിന്നോണ്ട് ജോലി ചെയ്തിട്ട് PR-ന് വെക്കാനായിട്ട്. അപ്പം മോന് 2 വർഷം ജോലി ആയില്ലായിരുന്നു. അപ്പം ഇവൻ ട്രെയിനിങ്ങിന് കയറിയ കാലം മുതൽ ഉള്ളത് തന്നെ അവർ വെച്ചു കൊടുത്തു. എന്നിട്ട് ഇവന് PR-ന് വെച്ചു. അപ്പം ഇവൻ്റെ PR ഇപ്പം അവിടെ ഭയങ്കര പോയിൻ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് ഇവൻ്റെ ഈ ജോലിയുടെ സമയം തീരാറായിട്ടും PR ആയില്ലായിരുന്നു. അപ്പം ഇനി പുതിയ നിയമം വന്നു, ചില ജോലികൾക്ക് മാത്രമേ അവരിനി PR കൊടുക്കുള്ളൂ. ഒന്നെങ്കിൽ ഹെൽത്ത് കെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ജോലി ആയിരിക്കണം എന്ന കമ്പനിയിൽ. അപ്പോൾ ഈ മോനിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. അന്നേരം 4ാമത്തെ ഉടമ്പടിയിലാണ് മോനിത് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ നിയോഗം വെച്ചിരുന്നു. അന്നേരം മോന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർ ഭയങ്കര പൈസകൾ ചോദിക്കുമായിരുന്നേ ഈ ജോലിക്ക് വേണ്ടി. അന്നേരം അങ്ങനെ പൈസ ഞാൻ ആദ്യത്തെ പറഞ്ഞത് പൈസ കൊടുക്കാതെ തന്നെയാണ് നമുക്ക് ആ ജോലി കിട്ടിയതും ഇവന് PR-ന് വെച്ചതുവേ. അന്നേരം ഇവർ ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ ആൾ പറഞ്ഞു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു. മോനത് അവർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവന് ആ ജോലി കിട്ടി. ഇപ്പോൾ അവൻ എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ മോൻ വരണമായിരുന്നു. മോന് ആ ജോലി കിട്ടി. അപ്പം ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആഗ്രഹിച്ചു, മോനെ ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട്, മാതാവേ അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ടിക്കറ്റ് നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ടിക്കറ്റ് കുറച്ച് തരണേന്ന്. അപ്പം തന്നെ ഒരു ടിക്കറ്റ് അവന് ഇങ്ങോട്ടുള്ളത് മാത്രം കുറച്ച് കണ്ടു. എന്നിട്ട് അവനത് വന്നിരിക്കുന്നു. ഇപ്പം നാളെ കഴിഞ്ഞ് ഇവൻ തിരിച്ചു പോവുകയാണ്. എനിക്കൊരു മാതാവ് സ്വപ്നത്തിൽ ഒരു 7 നമ്പർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഉടമ്പടി എടുത്ത സമയത്ത്. എല്ലാം എൻ്റെ 6-7 ദിവസങ്ങളിലായിട്ട് നടത്തുവാണ്. ഇവൻ 7-ാം തീയതിയാണ് ഇപ്പം ടിക്കറ്റ് കിട്ടിയത് പോകാനായിട്ട്. പിന്നെ 2ാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ അതിലേക്കും ഒരു 6 എന്നുള്ള ആ ഡേറ്റിലാണ് വന്നത്. അതിനുള്ള വിസ വെച്ചതും 6-7-ലാണ് അതിത് വന്നത്. അങ്ങനെ എന്നോട് മാതാവ് പറഞ്ഞത് 7 പ്രാവശ്യം നീ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും 7 പ്രാവശ്യം ജപമാല ചെല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാതാവിന് എനിക്ക് എപ്പോഴും ഈ മണം വരുന്നുണ്ട്. ഇപ്പം ഇവിടെ രാവിലെ വന്നപ്പോഴും അവിടെ പോയി നിന്നപ്പം മാതാവിൻ്റെ നല്ല മുല്ലപ്പൂ മണം എൻ്റെ അടുത്തുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം മാതാവിനെ സ്വപ്നം കണ്ടു. മാതാവ് എന്നെ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. കുറേ ദൂരം എന്നെ ചുമന്ന് നടന്നിട്ട് തിരുക്കുമാരൻ ഈ വശത്തും എന്നെ ഇവിടെയുമാണ് കിടത്തിയത്. എന്നിട്ട് എന്നെ കൊണ്ടുപോയി താരം നിർത്തിയിട്ട് പോയി. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഞാൻ 3ാമത് ഇവിടെ വന്നപ്പം മാതാവിനെ എടുക്കാൻ എനിക്ക് കൃപ തന്നു. പിന്നെ അത് കഴിഞ്ഞ് 4ാമത്തെ പുതുക്കിയപ്പം ചന്ദനത്തിരി തന്നു. 5ാമത് പുതുക്കിയപ്പം ഈ മാതാവിനെ പിന്നെ എടുക്കാൻ തന്നു. അന്ന് ഞാൻ 20-ാം തീയതി വന്നാണ് ഈ മോൻ്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞത്. 2ാമത്തെ വിസയുടെ വർക്ക് പെർമിറ്റിന് കാര്യം 21-ാം തീയതി തന്നെ മാതാവ് അത് ചെയ്തു തന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഇവന് വർക്ക് പെർമിറ്റ് കിട്ടി. തിരിച്ചു വന്നു. പിന്നെ 2ാമത് എൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഈ 2 കണ്ണിലും 16,500 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്നേരം ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. 2ാമത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പിന് എല്ലാം പറഞ്ഞു. ഡോക്ടർ നോക്കുമ്പം എൻ്റെ ഈ കണ്ണിൽ കൂടെ കാണുന്നത് ഞാൻ മാതാവിനെയാണ്, കൃപാസന മാതാവിനെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ 2-3 പ്രാവശ്യം നോക്കും. അപ്പം മാതാവ് എൻ്റെ കണ്ണിൽ വരും. ഇവർക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു.
ഒന്നും കൂടെ. അപ്പോൾ രണ്ടാമത് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ല, കണ്ണിന് ഇഞ്ചക്ഷനും എടുക്കണ്ട, ഒന്നും വേണ്ടെന്ന്. എനിക്ക് കണ്ണാടി പോലും കുറിച്ച് തന്നില്ല. ഇപ്പം ഞാൻ ഇതിവിടെ എഴുതിയത് പോലും പിന്നെ മരുന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് 2 വർഷമായി. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ കിട്ടിയ ഒരു അനുഗ്രഹം, രണ്ടാമത് എഴുതിയ അനുഗ്രഹമായിരുന്നു അത്. പിന്നെ മൂന്നാമത് ഞാൻ ഉടമ്പടി പുതിയപ്പം ഞങ്ങളുടെ സ്ഥലം ഇത് വിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചൻ ഇങ്ങനെ ഒരു ആരാണ്ടോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. അന്നേരം തന്നെ ആ സ്ഥലം ഞാൻ എടുത്തോളാം, വേറെ ആരെയും ഞങ്ങൾ കാണിച്ചില്ല, ആളിങ്ങോട്ട് വരുമായിരുന്നു. അത് ഈ ജൂലൈയിൽ ഞാൻ അഡ്വാൻസ് തരാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ചോദിക്കുന്ന മിക്ക കാര്യങ്ങളും മാതാവ് എനിക്ക് തരുന്ന ഉടമ്പടിയിൽ വയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങളും നടത്തി തരുന്നു. രണ്ടാമത്തെ മോനും വേറെ അനുഗ്രഹം ഉണ്ട്, അവനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവന് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യിക്കും. മെഡിക്കൽ കോളേജിലാണ് കൂടുതലും പോകുന്നത്. അവിടെ അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോൾ അവരെയൊക്കെ ഞാൻ എൻ്റെ പേഴ്സിൽ പൈസ ഉണ്ടോയെന്ന് പോലും നോക്കാതെ ഞാൻ എല്ലാം വാരി അവർക്ക് കൊടുക്കും. പലർക്കും കൊടുത്തേച്ച് പിന്നെ ഞാൻ തിരിച്ച് നടന്നു വരും. അങ്ങനെ ഒരു ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും. കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് എനിക്കൊരു പരിചയമില്ലാത്തവരായിരിക്കും, അവരിങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പാത്രങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികൾ. പിന്നെ എല്ലാ അനാഥാലയത്തിലും 2-3 മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുണ്ട്, അവിടെ എല്ലാം ഞാൻ കൊണ്ട് പൈസ കൊടുക്കും എല്ലാ മാസവും. പിന്നെ മുണ്ടക്കയത്തൊരു മാനസിക രോഗികളുണ്ട്, അവിടെയും ഞാൻ ഇവൻ്റെ ശമ്പളത്തിൽ നിന്ന് അവിടെ കൊടുക്കുന്നത് എല്ലാ മാസവും കൊടുക്കും. എനിക്ക് ഒരാഴ്ചയിൽ കാര്യപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഭയങ്കര മനപ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും ആരെങ്കിലും എൻ്റെ മുമ്പിൽ വരും ചെയ്തു കൊടുക്കും. പിന്നെ കുർബാന ഉടമ്പടിയിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും കുർബാന കാണാറുണ്ട്. പിന്നെ ബൈബിൾ എല്ലാം ദിവസം വായിക്കുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, എല്ലാ കാര്യങ്ങളും ഉടമ്പടി പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് മനസ്സിലാക്കിയിട്ടുന്ന പോലെ ഒരു ദിവസം അല്ലെ 15 ദിവസം അതിനകം കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി പറയുന്നു.